നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ബൈക്കിൽ കാറിടിച്ചു വീഴ്ത്തി 10 ലക്ഷം രൂപ കവർന്ന സംഭവം, 3 പേർ അറസ്റ്റിൽ. കാറിലെത്തിയ സംഘം ഡ്രൈവറെ തടഞ്ഞു നിർത്തി പണവും മൊബൈൽ ഫോണും കവർന്നു. കവർച്ച വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപം. പേയ്മെന്റ് ബാങ്കിംഗ് സംസ്കാരം ബാങ്കിംഗ് മേഖലയെ തകർക്കുമെന്ന് കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ. നിയന്ത്രണം വേണമെന്നും ആവശ്യം. ചെറുവത്തൂർ ചെക്ക് പോസ്റ്റിന് ശാപമോക്ഷമായില്ല. ഓഫീസ് പ്രവർത്തനം തകർന്നു വീഴാറായ വാടക കെട്ടിടത്തിൽ. അംഗപരിമിത സെൻസസ് സമാപന പ്രഖ്യാപനം കാസർഗോട്ട്. ഇന്ത്യയിൽ വയോജനങ്ങളുടെ എണ്ണം പെരുകുന്നു, അൾഷിമേഴ്സ് വർദ്ധിക്കുന്നതായും വിവരം. വിശദമായ വാർത്തകളിലേക്ക്. ബൈക്കിൽ കാറിടിച്ചു വീഴ്ത്തി 10 ലക്ഷം രൂപ കവർന്ന സംഭവം, 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാനഗർ SI ലക്ഷ്മണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കവർച്ചാ സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ഉപയോഗിച്ചതടക്കം 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊള്ളമുതലിൽ നിന്ന് 85,500 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. പണവുമായി കടന്നുകളഞ്ഞ 2 പേർക്കായി തെരച്ചിൽ തുടങ്ങി. കർണാടക കുടക് ശുണ്ടിക്കോപ്പയിലെ ഇബ്രാഹിമിന്റെ മകൻ ഹംസ, മടിക്കേരി കൊളക്കേരിയിലെ സാലിയുടെ മകൻ സൈനുദ്ദീൻ, ശുണ്ടിക്കോപ്പയിലെ മജീദിന്റെ മകൻ ആരിഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പണവുമായി കടന്നുകളഞ്ഞ് തെക്കൽ സ്വദേശിയും കുടകിൽ താമസക്കാരനുമായ സാദിഖ്, മടിക്കേരിയിലെ വിനു എന്നിവരെ പോലീസ് തെരയുന്നു. കർണാടക രജിസ്ട്രേഷനുള്ള 2 കാറുകളും പിടികൂടിയിട്ടുണ്ട്. കാറിലെത്തിയ സംഘം ലോറി ഡ്രൈവറെ തടഞ്ഞു നിർത്തി പണവും മൊബൈൽ ഫോണും തട്ടിപ്പറിച്ചു. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപത്തായിരുന്നു സംഭവം. കാറിലെത്തിയ സംഘം ലോറി തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ച് 18,000 രൂപയും മൊബൈൽ ഫോണും തട്ടിപ്പറിച്ചതായി പരാതി. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം. ലോറി ഡ്രൈവറായ നിഷാദിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ കുമ്പളയിലെ സഹകരണ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. മംഗലാപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് ഗ്ലാസ് കൊണ്ടുപോകുന്ന ലോറിയിൽ നിഷാദ് തനിച്ചായിരുന്നു. 5 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് നിഷാദ് പറഞ്ഞു. അടുത്തെത്തിയ സംഘം പണം ആവശ്യപ്പെടുകയും എതിർത്തതോടെ ലോറിയിൽ നിന്ന് വലിച്ചിറക്കി റോഡിലിട്ട് മർദ്ദിക്കുകയും കയ്യിലുണ്ടായ 18,000 രൂപയും മൊബൈൽ ഫോണും തട്ടിപ്പറിക്കുകയുമായിരുന്നുവെന്ന് നിഷാദ് പരാതിപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു. ഇന്ത്യയിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. അൾഷിമേഴ്സ് ദിനാചരണത്തിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയത്. കാസർഗോട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ഈ മേഖലയിൽ നടക്കുന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ 4 ലക്ഷം വയോജനങ്ങളാണ് ഉള്ളത്. ഇതിലാകട്ടെ ഡിമെൻഷ്യ ബാധിതരുടെ എണ്ണം 1 ലക്ഷത്തോളം വരും. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഡിമെൻഷ്യ ബാധിതരിൽ 10% ആളുകളിൽ മാത്രമേ രോഗനിർണയം നടക്കുന്നുള്ളൂ. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹ്യ നീതി വകുപ്പും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും കാസർഗോഡ് നഗരസഭയും വയോമിത്രം പദ്ധതിയും ARDSഉം സംയുക്തമായി ലോക അൾഷിമേഴ്സ് മാസാചരണം സംഘടിപ്പിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ PB അബ്ദുൾ റസാഖ് MLA നിർവഹിച്ചു. കുട്ടികളിൽ നിന്ന് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ മുമ്പ് കാലങ്ങളിലൊക്കെ കുട്ടികളിൽ നിന്ന് ചെറുതായി കണ്ടുവന്നാൽ അതൊരു മാനസിക രോഗമാക്കി അല്ലെങ്കിൽ ഒരു ബന്ധപറ്റിയാക്കി കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു പരിഹാരം പോലെ കണ്ടെത്താൻ നമ്മൾ മുന്നോട്ട് വരാതെ എഴുതിത്തള്ളുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ. അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ മുഖ്യാതിഥിയായി. RP പത്മകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാ ഷെനായ്, സണ്ണി മാത്യു, ഐഷത്ത് റുമൈസ, റൂപ റാണി, സൈബുന്നിസ ഹനീഫ്, KP വിനയൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. അംഗപരിമിത സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം പൂർത്തിയായി. സമാപന പ്രഖ്യാപനം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. സംസ്ഥാനത്തെ അംഗപരിമിതരുടെ ഉന്നമനം ലക്ഷ്യമാക്കി കേരള സർക്കാർ നടത്തിവരുന്ന അംഗപരിമിത സെൻസസിന്റെ ജില്ലയിലെ വിവരശേഖരണം പൂർത്തിയായി കഴിഞ്ഞതിന്റെ സമാപന പ്രഖ്യാപനം ചൊവ്വാഴ്ച രാവിലെ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. സമാപന പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി നിർവഹിച്ചു. 47,500ഓളം അംഗപരിമിതരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള ആളുകളെ ആരോഗ്യവകുപ്പുമായി സഹകരിച്ചുകൊണ്ട് JPHമാരുടെയും JHIമാരുടെയും ഒക്കെ തന്നെ സഹകരണത്തോടുകൂടി വീണ്ടും ഒരു പരിശോധന നടത്തി ആണ് അതിന് ഒരു അംഗീകാരം എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്.
എന്തായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ് നിങ്ങളുടെ കൂട്ടായ്മയോടുകൂടി നിങ്ങളുടെ എല്ലാവിധ ഇടപെടലിൻ്റെ ഭാഗമായി നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. അബ്ബാസ് ബീഗം, PV കുഞ്ഞികൃഷ്ണൻ, RP പത്മകുമാർ, വിമൽ റോയ്, സുജാത, നസീമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. മല്ലികാർജുന സാർവജനിക ഗണേശോത്സവ വജ്ര ജൂബിലി ഭക്തിനിർഭരമായ ചടങ്ങിൽ നടന്നു. സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. സന്ധ്യയ്ക്ക് വീടുകളിൽ നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുന്ന സംസ്കാരം കേരളത്തിൽ കുറഞ്ഞുവരുന്നതായി സിനിമാ സംവിധായകൻ മേജർ രവി പറഞ്ഞു. സന്ധ്യാസമയങ്ങളിൽ ഇന്ന് കുട്ടികളും മുതിർന്നവരും സീരിയലുകളുടെ മുന്നിലാണ്. പണ്ടുകാലത്ത് സന്ധ്യയ്ക്ക് വീടുകളിൽ നിലവിളക്ക് കൊളുത്തുകയും നാമം ജപിക്കുകയും ചെയ്യുന്നതിലൂടെ മഹത്തായ ഒരു സംസ്കാരം തലമുറക്ക് കൈമാറ്റം ചെയ്തിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിച്ച സംസ്കാരത്തെ ഒന്നിച്ചു നിർത്തി ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവവും ആഘോഷിച്ചാൽ എന്തിനാണ് ഭയക്കുന്നത്? ഒരു ഗണേശോത്സവം അല്ലെങ്കിൽ ഒരു ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ അത് BJP-കാരുടെയാണ്, അത് RSS-കാരുടെയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളിലുള്ള ഹിന്ദുക്കളുമുണ്ട്. എന്താണ് ദൈവത്തിനെ വിളിക്കാൻ ഹിന്ദുക്കൾക്ക് എന്താ അവകാശമില്ലേ? മറ്റുള്ളവർക്ക് വിളിക്കാം, മറ്റുള്ളവർക്ക് വെള്ളിയാഴ്ച പോവാം, ഞായറാഴ്ച പള്ളിയിൽ പോവാം, ആരും ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തിയും അല്ലെങ്കിൽ ഗണേശോത്സവം ആഘോഷിക്കുന്ന സമയത്ത് എൻ്റെ ഇവയ്ക്ക് വർഗീയതത്തിനകത്തോട്ട് വന്നു കയറുന്നു. കാരണം ഭയമാണ്. ഹിന്ദുക്കൾ ഒന്നാകുന്നു, ഹിന്ദുക്കൾക്ക് വേണ്ടി ഹിന്ദുക്കൾ തന്നെ പോരാടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് കാണുന്ന സമയത്ത് അവരെ വർഗീയരായിട്ട് ഒരു സൈഡിലോട്ടൊക്കെ മാറ്റിയെടുക്കുക. എന്താണ് RSS എന്നാണ് വർഗീയത കാണിച്ചിരിക്കുന്നത്. തറവാടുകളിലും വീടുകളിലും നിത്യപൂജ ചെയ്യുന്ന വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് MP പുരാണി, സിനിമാ നടൻ സന്തോഷ്, CV പൊതുവാൾ, ഉളിയ വിഷ്ണു ആശ്ര, ദിനേശ് മടപ്പുര എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് പബ്ലിക് സർവീസ് സഹകരണ സംഘത്തിന്റെ 8ാമത് ബ്രാഞ്ച് ഉദ്ഘാടനം 28-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് പബ്ലിക് സർവീസ് സഹകരണ സംഘത്തിന്റെ 8ാമത് ബ്രാഞ്ച് ഉദ്ഘാടനം PB അബ്ദുൾ റസാഖ് MLA നിർവഹിക്കും. സെപ്റ്റംബർ 28-ന് കുമ്പള ഫെരാരെ കോംപ്ലക്സിൽ രാവിലെ 10:30-നാണ് ഉദ്ഘാടനം. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകൾ പ്രവർത്തന പരിധിയായി 1964-ൽ പ്രവർത്തനം ആരംഭിച്ച സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിലാണ് പുതിയ ബ്രാഞ്ച് തുറക്കുന്നത്. മറ്റിതര സാമ്പത്തിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരായ 6000-ഓളം പേർ അംഗങ്ങളാണ്. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിലെ സർക്കാർ ജീവനക്കാരുടെ, അതുപോലെ അധ്യാപകരുടെ, ജീവനക്കാരുടെ, ബാങ്ക് ജീവനക്കാരുടെ, അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാവരുടെയും ഒരു വലിയ സംഘമാണ് കാസർഗോഡ് പബ്ലിക് സഹകരണ സംഘം. ആ സംഘത്തിൻ്റെ 8ാമത്തെ ബ്രാഞ്ച് അത് തന്നെ കേരളത്തിൽ തന്നെ ഒരു സമയം ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള ഒരു ജീവനക്കാരുടെ ബാങ്കിന് 8 ബ്രാഞ്ച് ഉണ്ടാകും വളരെ ചുരുക്കമാണ്. അങ്ങനെ കേരളത്തിനൊരു വലിയ സംഘമായി വളർന്ന ഈ സംഘത്തിൻ്റെ 8ാമത്തെ ബ്രാഞ്ച് 28-ന് കുമ്പളയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ V രവീന്ദ്രൻ, രാഘവൻ വെള്ളിപ്പാടി എന്നിവർ പങ്കെടുത്തു. ചെറുവത്തൂർ ചെക്ക് പോസ്റ്റിന് ശാപമോക്ഷമായില്ല. തകർന്നു വീഴാറായ വാടക കെട്ടിടത്തിലാണ് ഇപ്പോഴും ഓഫീസ് പ്രവർത്തിക്കുന്നത്. വെങ്ങാട്ട് ദേശീയപാതയോരത്താണ് വർഷങ്ങളായി ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കാലപ്പഴക്കത്താൽ ഓടുകൾ ഇളകി തുടങ്ങിയതിനാൽ മഴവെള്ളം കെട്ടിടത്തിനുള്ളിൽ പതിക്കും എന്നതാണ് നിലവിലെ സ്ഥിതി. ഈ സാഹചര്യത്തിൽ ഫയലുകളും മറ്റും സൂക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ നിലവിലെ ചെക്ക് പോസ്റ്റിൽ നിന്നും അല്പം അകലെ മറ്റൊരു കെട്ടിടത്തിൽ ഓഫീസ് സംവിധാനം ഒരുക്കിയിരുന്നു. എന്നാൽ ഈ കെട്ടിടം ദേശീയപാതയിൽ നിന്നും അകലെയായതിനാൽ വാഹന പരിശോധന നടക്കില്ലെന്ന നില വന്നു. അതിനാൽ ഈ ഓഫീസിന്റെ പ്രവർത്തനം ഉദ്ഘാടനത്തിൽ ഒതുങ്ങി. പാതയോരത്ത് തന്നെ വാഹന പരിശോധനയ്ക്കായി കെട്ടിടം ഒരുങ്ങിയാൽ മാത്രമേ നിലവിലെ കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കാൻ സാധിക്കൂ. കെട്ടിട ഉടമസ്ഥൻ പലതവണ കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കണമെന്ന അപേക്ഷ പഞ്ചായത്ത് അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്. ഇനി മേൽനടപടികൾ പൂർത്തിയാകണം. ഇതിന് കാലതാമസം നേരിട്ടാൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലാകും. അതിനിടയിൽ സ്വകാര്യ ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കുന്നതിനും സമയക്രമം പാലിക്കുന്നതിനുമായി ചെക്ക് പോസ്റ്റിനോട് ചേർന്നുള്ള പഞ്ചിംഗ് സംവിധാനവും നിലച്ചിരിക്കുകയാണ്. ഒരു ജീവനക്കാരനെ നിയോഗിച്ച് ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന് പഞ്ചിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ പരിശോധന കർശനമാക്കാൻ കഴിയൂ. അതിനും പുതിയ കെട്ടിട സൗകര്യം ഒരുങ്ങേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പേയ്മെന്റ് ബാങ്കിംഗ് പോലുള്ള പരിഷ്കാരങ്ങൾ ബാങ്കിംഗ് മേഖലയെ തകർക്കുമെന്ന് കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷനിലാണ് ഈ ആശങ്ക ഉന്നയിച്ചത്. സ്വകാര്യവൽക്കരണവും പേയ്മെന്റ് ബാങ്കിങ്ങും
ഇന്ദ്രധനുഷ് പദ്ധതികളും ബാങ്കിംഗ് മേഖലയെ തകർക്കുമെന്ന് കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. കുന്നമ്മൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ കാനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി എസ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ പണിമുടക്കിന് ആസ്പദമായ കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ സാധാരണ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളാണ്. വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ നടപടികൾ ഓരോന്നായിട്ട് വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. KP മണികണ്ഠൻ അധ്യക്ഷനായി. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. രത്തിനസ്വാമി, EV മോഹനൻ, രമേശൻ ആചാരി, KA സുരേന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അയ്യപ്പൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് KSTA ജില്ലാ പ്രസിഡന്റ് K മോഹനൻ പറഞ്ഞു. നീലീശ്വരത്ത് നടന്ന KSTA ഉപജില്ലാതല ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അധ്യാപകരുടെ ജോലി സുരക്ഷ ഉറപ്പാക്കണമെന്നും മറ്റുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSTA നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. LDF സർക്കാരിൻ്റെ കാലത്ത് മാതൃകാപരമായി നടന്നു വന്ന പദ്ധതികൾ പോലും ഉമ്മൻചാണ്ടി ഭരണത്തിൽ താറുമാറായ അവസ്ഥയാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. നീലേശ്വരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് P രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധർണായോഗത്തിൽ T ഗംഗാധരൻ, KV സുജാത, KV രാജേഷ്, CK വിജയകുമാർ, KV വിജയൻ എന്നിവരും സംസാരിച്ചു. പ്രതിഷേധ സമരങ്ങൾ, ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി KSTA പ്രസ്ഥാനം മുൻപിൽ നിന്നപ്പോൾ ആ KSTA പ്രസ്ഥാനത്തിൽ അണിനിരന്നിട്ടുള്ള KSTA പ്രവർത്തകരെയും അധ്യാപക നേതാക്കന്മാരെയും തങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് അതേപോലെ നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള സമീപനങ്ങളുടെ ഭാഗമായി പാവപ്പെട്ട അധ്യാപകരെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള തീരുമാനം ഭരണാധികാരികൾ എടുത്തപ്പോൾ അതൊരിക്കലും അനുവദിക്കില്ല കേരളത്തിൽ പുരോഗമന അധ്യാപക പ്രസ്ഥാനം എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായി കേരളത്തിലുടനീളം ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു കഴിഞ്ഞ കാലം KSTA പ്രസ്ഥാനം. വെളിഞ്ച ഗ്രാമതരംഗം ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. വെളിഞ്ച ഗ്രാമതരംഗം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. മലയാളം മീഡിയം ഹൈസ്കൂൾ അനുവദിക്കുക, വെളിഞ്ച ALP സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തുക, യാത്രാ സൗകര്യം ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനിശ്ചിതകാല സമരമാണ് ഈ ഗ്രാമതരംഗം വായനശാല ഉദ്ദേശിക്കുന്നത്. ആ വായനശാലയുടെ അനിശ്ചിതകാല സമരത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ മറ്റന്നാൾ 25-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് ഉപ്പുമരച്ചോട്ടിൽ വെച്ച് ഒരു സായാഹ്ന ധർണ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ റഷീദ് ബെളിഞ്ച, BM അഷ്റഫ്, VK സുരേഷ്, മൊയ്തീൻകുട്ടി ബൈരമൂല, ഖലീൽ ദാരിമി ബെളിഞ്ചം, ലത്തീഫ് നാരമ്പാടി എന്നിവർ പങ്കെടുത്തു. മഹമ്മൂദ് ദാരിമിക്ക് സഹായഹസ്തവുമായി അവർ മലപ്പുറത്ത് നിന്നെത്തി. റിയാദ് ഇസ്ലാമിക് സെന്ററും ദാരിമീസ് വേൾഡ് വാട്സപ്പ് ഗ്രൂപ്പുമാണ് 4 ലക്ഷം രൂപ ധനസഹായം നൽകിയത്. ഇരുവൃക്കകളും തകർന്ന് ചികിത്സയ്ക്ക് വഴിതേടുന്ന മഹമ്മൂദ് ദാരിമിയുടെ കഥനകഥ 1 മാസം മുമ്പാണ് KCN പുറത്തുവിട്ടത്. 25 ലക്ഷം രൂപയോളമാണ് വൃക്ക മാറ്റിവെക്കാറുള്ള ചിലവ്. നിർധന കുടുംബാംഗമായ മഹമ്മൂദ് ദാരിമിക്ക് ഇത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു. എന്നാൽ വാർത്ത വന്ന നിമിഷം മുതൽ മഹമ്മൂദ് ദാരിമിയെ സഹായിക്കാൻ ജനം ഒന്നടങ്കം കൈകോർക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. സഹായ ഹസ്തം ഇപ്പോൾ ആവശ്യമായ തുകയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായാണ് റിയാദ് ഇസ്ലാമിക് സെന്ററും ദാരിമീസ് വേൾഡ് വാട്സാപ്പ് ഗ്രൂപ്പും 4 ലക്ഷം രൂപയുടെ സഹായവുമായി എത്തിയത്. മഹമ്മൂദ് ദാരിമിയുടെ വീട്ടിലെത്തി അവർ തുക കൈമാറി. റിയാദ് ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് അബൂബക്കർ ദാരിമി പുല്ലാരെയാണ് തുക കൈമാറിയത്. ഇത് ആദ്യ ഗഡുവാണെന്നും ഇനിയും സഹായിക്കുമെന്നും അവർ അറിയിച്ചു. ഉസ്മാൻ ദാരിമി പന്തിപ്പയിൽ, മജീദ് ദാരിമി വളറാട്, ജബ്ബാർ ദാരിമി ആലുവ, ഷാഫി ദാരിമി പാങ്, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK ആരിഫ്, KK അബ്ദുള്ള കുഞ്ഞ് തുടങ്ങിയവരും സംബന്ധിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനെതിരെ നുണപ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട്ടായിരുന്നു പരിപാടി. മാങ്ങാട്ടെ ബാലകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ DCC പ്രസിഡന്റിനെതിരെ നുണപ്രചരണം നടത്തുകയായിരുന്നു എന്ന് ആരോപിച്ചാണ് കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടന്നത്. കള്ളപ്രചരണം തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രതിഷേധ റാലി നടന്നു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു കേസിലെ പ്രതിയെ മുതലെടുപ്പിച്ചുകൊണ്ട് ആ കേസിലെ പ്രതിയെ കൊണ്ട് സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയിച്ചുകൊണ്ട് ഒരു വേള ആ പ്രതി പറയുവാൻ ആഗ്രഹിച്ചതും അദ്ദേഹം പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെയും നേതൃത്വം നടത്തുന്ന കുൽസിത ശ്രമങ്ങളെ കാസർകോട്ടെ കാഞ്ഞങ്ങാട്ടെ പ്രിയപ്പെട്ട പ്രബുദ്ധതയുള്ള ജനം തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, DCC ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, PV സുരേഷ്, PK ഫൈസൽ, ബാലകൃഷ്ണൻ പെരിയ, സാജിദ് മൗവൽ, BP പ്രദീപ് കുമാർ, DV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ TK ചന്ദ്രശേഖരന് നീലീശ്വരം തൈക്കടപ്പുറം ശാലീയ സമുദായ വികസന സമിതിയുടെ സ്മരണാഞ്ജലി. ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. തൈക്കടപ്പുറത്തെ ഡോക്ടർ TK ചന്ദ്രശേഖരൻ സ്മാരക മന്ദിരത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ V ഗൗരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 40 വർഷം മുന്നേ അദ്ദേഹത്തിന്റെ 10ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ കാലയളവ് നാടിന്റെയും വീടിന്റെയും കഷ്ടതകൾ ഏറെ പട്ടിണിയോടും അതോടൊപ്പം തന്നെ അന്നത്തെ പരിസ്ഥിതിയോടും ബന്ധപ്പെട്ടുകൊണ്ട് പൊരുതി പോരാടി നേടിയ അദ്ദേഹത്തിന്റെ വിജയം കേവലം കുടുംബത്തിന് മാത്രം ഉപയോഗപ്പെടുത്താതെ നാടിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രമാത്രം ഈ നാട്ടിലത്തെ ഈ പ്രദേശത്തുള്ള നമ്മളൊക്കെ തന്നെ ഏറെ ആരാധിക്കുകയും അതോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിലും സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും ഡോക്ടർ TK ചന്ദ്രശേഖരൻ നാടിന് ചെയ്ത സേവനങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അനുസ്മരിച്ചു. ശാലീയ സമുദായ വികസന സമിതി പ്രസിഡന്റ് NK സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ പുഞ്ചക്കര പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭയിലെ 23 മുതൽ 32 വരെയുള്ള വാർഡുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഡോക്ടർ TK ചന്ദ്രശേഖരൻ സ്മാരക എൻഡോവ്മെന്റ് പരിയാരം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജറി പ്രൊഫസർ ഡോക്ടർ TK നന്ദകുമാർ വിതരണം ചെയ്തു. അർജുൻ വയലിൽ വീട്ടിൽ ദീപിക C രാജൻ എന്നിവർ എൻഡോവ്മെന്റ് തുക സ്വീകരിച്ചു. തൈക്കടപ്പുറം ശാലീയ സമുദായ വികസന സമിതി SLC വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ ഗോകുൽ സതീഷ്, M അരുൺ എന്നിവർക്ക് അഞ്ഞൂറ്റമ്പലം വീരർകാവിലെ കൃഷ്ണൻ കൂച്ചെട്ടിയാർ സമ്മാനിച്ചു. നഗരസഭാ കൗൺസിലർ KV അമ്പാടി, തൈക്കടപ്പുറം കൺസ്യൂമർ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് PV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വികസന സമിതി സെക്രട്ടറി P രമേശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K സുധീഷ് കുമാർ നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സ്ത്രീകൾ രംഗത്തിറങ്ങണമെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷനിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ സക്രിയമായി ഇടപെടണമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആ ആശയങ്ങളും ആദർശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകളുടെ പൊതുവായ പ്രശ്നങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പൊതുവേദി എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമും എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗം എന്ന് പറയുന്നത് തികച്ചും മാറ്റി നിർത്തപ്പെട്ട ഒരു മേഖലയായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പഴയകാല കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി വത്സല പ്രസന്നകുമാർ, ശാന്തമ്മ ഫിലിപ്പ്, ഫാത്തിമ BV തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ബൈക്കിൽ കാറിടിച്ചു വീഴ്ത്തി 10 ലക്ഷം രൂപ കവർന്ന സംഭവം, 3 പേർ അറസ്റ്റിൽ. കാറിലെത്തിയ സംഘം ഡ്രൈവറെ തടഞ്ഞു നിർത്തി പണവും മൊബൈൽ ഫോണും കവർന്നു. കവർച്ച വാമഞ്ചൂർ ചെക്ക് പോസ്റ്റിന് സമീപം. പേയ്മെന്റ് ബാങ്കിംഗ് സംസ്കാരം ബാങ്കിംഗ് മേഖലയെ തകർക്കുമെന്ന് കാനറ ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് അസോസിയേഷൻ. നിയന്ത്രണം വേണമെന്നും ആവശ്യം. ചെറുവത്തൂർ ചെക്ക് പോസ്റ്റിന് ശാപമോക്ഷമായില്ല. ഓഫീസ് പ്രവർത്തനം തകർന്നു വീഴാറായ വാടക കെട്ടിടത്തിൽ. അംഗപരിമിത സെൻസസ് സമാപന പ്രഖ്യാപനം കാസർഗോട്ട്. ഇന്ത്യയിൽ വയോജനങ്ങളുടെ എണ്ണം പെരുകുന്നു, അൾഷിമേഴ്സ് വർദ്ധിക്കുന്നതായും വിവരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.